നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. സ്ത്രീ പോയി ജനത്തെ വിളിച്ചുകൊണ്ടുവരുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 28-29 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അനന്തര സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തത് ഒക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുക, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. ആ പട്ടണത്തിൽ നിന്ന് അനേകർ പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. ഈ സ്ത്രീ പാപമോചനത്തിനും സമാധാനത്തിനും യോസേഫിന്റെ കിണറ്റിലെ വെള്ളം കോരി കുടിക്കാൻ വന്നതാണ്. അത്രയ്ക്കുള്ള അറിവേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവൾ സത്യാന്വേഷിയാണ്. അവൾ സത്യദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നു, അറിഞ്ഞാൽ അനുസരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് സർവജ്ഞാനത്തിൽ മനസ്സിലാക്കിയ യേശു ആ കിണറ്റുകരയിലേക്ക് നടന്നെടുക്കുകയാണ്. യേശു എന്തിനാണ് ശമര്യ വഴി പോകുന്നത്? ഗലീലയ്ക്ക്, യഹൂദയിൽ നിന്നും ഗലീലയ്ക്ക് വേറെ വഴിയുണ്ട്. പക്ഷെ യേശു എന്തുകൊണ്ടാണ് ശമര്യ വഴി പോകുന്നതെന്ന് ശിഷ്യന്മാർക്ക് അറിഞ്ഞുകൂടാ. അവരനുഗമിച്ചു. അവിടെ ചെന്നപ്പോൾ അവർക്ക് വിശന്നപ്പോൾ അവർ യേശുവിനും അവർക്കും വേണ്ടി ഭക്ഷണം വാങ്ങാൻ പോയിരിക്കുകയാണ്. അപ്പോഴാണ് സത്യാന്വേഷിയായ ഈ സ്ത്രീ ആ കിണറ്റിലെ യാക്കോബ് യോസേഫിന് കൊടുത്ത ആ കിണറ്റിലെ വെള്ളം കോരി കുടിച്ചാൽ പുണ്യം ഉണ്ടാകും, അതുകൊണ്ട് അതിനായിട്ട് അവൾ പാത്രവുമായിട്ട് വന്നിരിക്കുകയാണ്. യേശു അവളോട് ജീവജലത്തെക്കുറിച്ച്, താൻ നൽകുന്ന ആത്മരക്ഷയെക്കുറിച്ച് സംസാരിക്കുവാനിടയായി. അവൾക്കത് മനസ്സിലായി. ഇത് ദൈവപുത്രൻ മശിഹയായി അല്ലെങ്കിൽ ക്രിസ്തുവായി വന്നതാണ് എന്നവൾക്ക് മനസ്സിലായി. പത്രോസിനോട് യേശു അല്ലെങ്കിൽ ശിഷ്യന്മാരോട് യേശു ചോദിച്ചു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ജനങ്ങൾ ഏലിയാവ് രണ്ടാമത് വന്നതാണെന്നും യിരെമ്യാവ് രണ്ടാമത് വന്നതാണെന്നും യോഹന്നാൻ സ്നാപകൻ രണ്ടാമത് വന്നതാണെന്നും ഒരു പ്രവാചകനാണെന്നും ഒക്കെ പറയുന്നു. ശരി, നിങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നു? അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അതാണ് ഈ ശമര്യ സ്ത്രീക്ക് മനസ്സിലായത്. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു അല്ലെങ്കിൽ പുത്രനായ മശിഹ. മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു. ദൈവത്വത്തിൽ 3 മൂർത്തികൾ അല്ലെങ്കിൽ ആളത്വമുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. തുല്യ ശക്തിയാണ് അവർക്കുള്ളത്. പിതാവെന്ന് പേരുണ്ടെങ്കിലും പിതാവിൽ നിന്ന് ജനിച്ചതല്ല പുത്രൻ. പിതാവ് നിത്യപിതാവ്, പുത്രൻ നിത്യപുത്രൻ, പരിശുദ്ധാത്മാവ് നിത്യ ആത്മാവ്. അപ്പോൾ ആ ദൈവത്വത്തിലെ പുത്രൻ എന്നുള്ള ആ ആളത്വം, ആ വ്യക്തിത്വമാണ് യേശു എന്ന് ശമര്യ സ്ത്രീക്ക് മനസ്സിലായി. കാരണം തന്നിൽ ആശ്രയിക്കുന്ന, തന്നിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് നിത്യജീവൻ ഉണ്ടാകും. പിന്നെ അവർ അന്ധവിശ്വാസത്തിന്റെ പുറകെ പോകേണ്ടതായിട്ടില്ലെന്ന് യേശു അവളോട് പറഞ്ഞു. അവൾക്കത് ബോധ്യമായി. അവൾ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനത്തോട് പറയുകയാണ്, ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞ ഒരു പുരുഷനെ വന്ന് കാണുക, അവൻ പക്ഷേ ക്രിസ്തുവായിരിക്കും. ഞാൻ ചെയ്ത പാപങ്ങളെന്ന് അവൾ പറഞ്ഞിട്ടില്ല. ചില ആളുകൾ ശമര്യ സ്ത്രീയെക്കുറിച്ച് യേശു പറഞ്ഞല്ലോ, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഭർത്താക്കന്മാരെന്നാണ് പറഞ്ഞത്, അല്ലാതെ 5 പുരുഷന്മാരെന്നല്ല. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവളൊരു വേശ്യ ആയിരുന്നു, പഴച്ചു നടന്നവളായിരുന്നു എന്നൊക്കെ പ്രസംഗിച്ചവരെ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രസംഗിക്കുന്നവരെ, അങ്ങനെ ചിന്തിക്കുന്നവരെയും എനിക്കറിയാം. പക്ഷേ യേശു പറഞ്ഞത്, ശമര്യക്കാർക്ക് പണ്ട് 5 ദേവന്മാരുണ്ടായിരുന്നു. അവരുടെ പേരൊക്കെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ആ അശൂർ രാജാവ്, അതായത് അശൂരിൽ നിന്ന്, അവിടുത്തെ 5 സ്ഥലങ്ങളിൽ നിന്ന്, ബാബേല്, കൂത്ത, ഹൗവ, സെഫർവയീം തുടങ്ങിയ 5 സ്ഥലങ്ങളിൽ നിന്ന് 5 ദേവന്മാരെ ഇവിടെ കൊണ്ടുവന്നു. ഈ ശമര്യര്, അതായത് അശൂരിൽ നിന്നും ശമര്യയിൽ കുടിപാർപ്പിക്കപ്പെട്ട അശൂര്യര് ഈ 5 ദേവന്മാരെയാണ് ആരാധിച്ചു പോന്നത്. എന്നാൽ യഹോവയെ ആരാധിക്കാഞ്ഞതിനാൽ അവരെ സിംഹങ്ങൾ വന്ന് കടിച്ചു കയറാൻ തുടങ്ങി എന്ന് ഉള്ള കാര്യം രാജാവിനെ അറിയിച്ചപ്പോൾ രാജാവ് ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോയ പുരോഹിതന്മാർ ചിലരെ ഇങ്ങോട്ട് അയക്കുകയും അവര് ഈ വിഗ്രഹാരാധികളെ യഹോവയുടെ വചനം പഠിപ്പിക്കുകയും ചെയ്തു. പക്ഷെ അവര് യഹോവയെ ഭജിക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്തു എന്നാണ് ഈ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ എഴുതിയിട്ടുള്ളത്. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവര്
ഈ 5 ദേവന്മാരെ ഉപേക്ഷിച്ച് ഈ ഗരീസി മലയിൽ യഹോവയ്ക്കൊരു യാഗപീഠം പണിത് മോശയുടെ 5 പുസ്തകങ്ങൾ അവർ പ്രമാണ ഗ്രന്ഥമാക്കി അവർ ഒരു സമ്മിശ്ര ജാതിയായിട്ട് അല്ലെങ്കിൽ ഒരു സമ്മിശ്ര ആരാധന നടത്തുന്ന ഒരു ജനപദമായിരുന്നു ശമര്യര്. അതുകൊണ്ട് തന്നെയാണ് വിഗ്രഹാദികളായ മന്ത്രവാദികളായ അവരുടെ സമീപത്തൂടെ യഹൂദന്മാർ നടക്കാത്തതും അല്ലെങ്കിൽ ആ പട്ടണത്തിലേക്ക് പോകാത്തതും. യേശു അവളോട് 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല എന്ന് പറഞ്ഞത് ശമര്യരുടെ കാര്യമാണ് എന്ന് അവൾക്ക് മനസ്സിലായി. അതായത് യേശുവിൻ്റെ ജനന സമയത്ത് ഹെരോദാവ് ബേത്ലഹേമിലെ ശിശുക്കളെ കൊന്നു. അതിനെക്കുറിച്ച് തിരുവെഴുത്തിൽ എഴുതിയിട്ടുള്ളത് യിരെമ്യാവിൻ്റെ പ്രവചനത്തിലെ ഒരു വാക്യം റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു എന്നാണ്. റാഹേൽ എന്ന് ബേത്ലഹേമിനെ കുറിച്ച് പറയാൻ കാരണം റാഹേല് ബെന്യാമിനെ പ്രസവിക്കുന്നത് ഈ ബേത്ലഹേമിൽ വെച്ചാണ്. ആ സമയത്ത് വലിയ കഠിന വേദന അവൾക്കുണ്ടായി, അവൾ കരഞ്ഞു. പ്രത്യേകിച്ച് യോസേഫ് അവളുടെ മകനാണ്, ബെന്യാമിൻ ഇപ്പോൾ ഉണ്ടായ കുഞ്ഞ്, ഈ 2. അപ്പോൾ റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു, പക്ഷേ ആശ്വാസം ഉണ്ടായില്ല. അപ്പോൾ ഈ ബേത്ലഹേം എന്ന പട്ടണത്തിന് റാഹേൽ എന്നൊരു പേര് ബൈബിൾ നൽകുകയാണ്. അങ്ങനെയുണ്ട്. ഇപ്പോൾ യെരുശലേം എന്നുള്ളത് യഹൂദന്മാരുടെ ഒരു പേര് ആയിട്ടുണ്ട്. ഇവിടെ ഈ ശമരിയ സ്ത്രീയോട് കർത്താവ് 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല എന്ന് പറഞ്ഞത് ആ ശമര്യ ജാതിയുടെ കാര്യമായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പറയുകയാണ്, നീ ഒരു പ്രവാചകനാണ്, ഞങ്ങൾ വിഗ്രഹങ്ങളെ വിട്ടിട്ട് ഗരീസി മലയിൽ ആരാധിക്കുന്നു, പക്ഷേ ആരാധിക്കേണ്ടത് യെരുശലേമിനാണല്ലേ, അതല്ലേ നിങ്ങൾ പഠിപ്പിക്കുന്നത്, അതല്ലേ പ്രവാചകന്മാരായി നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് യേശു പറഞ്ഞത്, ഈ മലയിലും യെരുശലേമിലും അല്ല സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ സത്യം നമസ്കരിക്കുന്ന ആഴിക വരുന്നു. സ്ത്രീ ആയാലും പുരുഷനായാലും യഹൂദനായാലും ശമര്യനായാലും പുറജാതി ആയാലും ദൈവമായ യഹോവയെ അപ്പൻ അല്ലെങ്കിൽ പിതാവ് എന്നുള്ള നിലയിൽ ആരാധിക്കാനുള്ള ഒരു സാവകാശം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് യേശു പറഞ്ഞത്. യോഹന്നാൻ സുവിശേഷം 1:12 യേശു അത് പറഞ്ഞ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അവർക്ക് ദൈവമക്കളാകാൻ ദൈവം അധികാരം നൽകി. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലും സ്വർഗസ്വനായ പിതാവേ എന്ന് വിളിച്ചാണല്ലോ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. യഹൂദന്മാരൊരിക്കലും യഹോവയെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പനും മക്കളും എന്നുള്ളൊരു ബന്ധമല്ല യഹൂദനും യഹോവയായിട്ടുണ്ടായിരുന്നത്. യഹോവ യജമാനനും അവർ ദാസന്മാരുമായിരുന്നു. കാരണം മരണം വരെ അവരനുസരിക്കണമായിരുന്നു. എന്നാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് ദൈവമക്കളും അവകാശികളുമായി മാറുവാൻ ഉള്ള ഒരു രക്ഷാപദ്ധതിയുമായിട്ടാണ് യേശു ഇവിടെ വന്നത്. അതാണ് യേശു ഈ സ്ത്രീയോട് പറഞ്ഞത്. അപ്പോൾ അവൾ പറഞ്ഞു, മശിഹ വരുമ്പോൾ എല്ലാം അറിയിക്കും, എന്നോട് സംസാരിക്കാൻ ഞാൻ തന്നെ മശിഹ. പിന്നെ അവൾ ഒട്ടും താമസിച്ചില്ല. ആ പാത്രം അവിടെ വെച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് ഓടുകയാണ്. കാരണം മശിഹയുടെ ദർശനം അവൾക്ക് കിട്ടി, അല്ലെങ്കിൽ അവൾ രക്ഷിക്കപ്പെട്ടു, പാപമോചനം നേടി. അവളെ തേടി മശിഹ നടന്ന് അവളായിരുന്ന സ്ഥലത്ത് സത്യാന്വേഷിയായിട്ട് അവൾ യോസേഫിൻ്റെ കിണറ്റിലെ വെള്ളം കുടിക്കാൻ വന്ന സ്ഥലത്ത് വന്ന് ആത്മീയ സത്യങ്ങൾ പറഞ്ഞ് അവളെ രക്ഷിച്ചു കഴിഞ്ഞു. ആ സന്തോഷത്തിൽ അവൾ ചെന്നിട്ട് പറയുകയാണ്, വരിക, ഞാൻ മശിഹയെ കണ്ടെത്തിയിരിക്കുന്നു. അവളുടെ വാക്ക് കേട്ട് ജനങ്ങൾ വരികയാണ്. കാരണം അവൾ ആ പട്ടണത്തിലെ മാന്യയായ ഒരു സ്ത്രീ ആയിരുന്നു. അതുകൊണ്ടാണ് അവളുടെ വാക്ക് കേട്ട് ജനങ്ങൾ ആ പട്ടണത്തിൽ ആ കിണറ്റുകരയിലേക്ക് വരുവാൻ, തങ്ങളുടെ ബിസിനസ്സൊക്കെ ഉപേക്ഷിച്ചിട്ടായിരിക്കാം, കൃഷി ഉപേക്ഷിച്ചിട്ടായിരിക്കാം, മറ്റ് യാത്രയ്ക്ക് പോകാനുള്ള ആളുകൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ടായിരിക്കാം അവർ കൂട്ടമായിട്ട് ഓടി ഈ കിണറ്റുകരയിൽ വരികയാണ്. അവരെന്നിട്ട് യേശുവിൻ്റെ വചനം കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് സകല വിശ്വാസിയിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതായത് യേശുവിനെ അറിഞ്ഞ ആളുകൾ അവർ ചുമതലയെടുത്ത് യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക, യേശുവിലേക്ക് ആളുകളെ കൊണ്ടുവരിക. ഇവിടെ ശമരിയാസ്ത്രീ പ്രസംഗിക്കുകയൊന്നും ചെയ്തില്ല. ശമരിയാസ്ത്രീ ആളുകളെ യേശു ഇതാ എന്ന് പറഞ്ഞ് ആ യേശു ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്നതേ ഉള്ളൂ. പ്രസംഗിച്ചത് യേശുവാണ്. ബൈബിളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, മൗനമായിരിക്കാനല്ലാതെ ഉപദേശിക്കുവാൻ ദൈവം സ്ത്രീയെ അനുവദിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് ശമരിയാസ്ത്രീ
പട്ടണത്തിൽ പോയി വലിയ പ്രസംഗം പറയുകയായിരുന്നില്ല. അവൾ മശിഹ കിണറ്റേറി വന്നിട്ടുണ്ട്, നിങ്ങൾ വരിക, നിങ്ങൾ കാണുക എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള ശുശ്രൂഷകൾ തീർച്ചയായിട്ടും പ്രസംഗ സ്ഥലത്തേക്ക്, ദൈവവചന ശുശ്രൂഷ ഉള്ള സ്ഥലത്തേക്ക് ആളുകളെ ഒക്കെ പ്രേരിപ്പിച്ച് ഉത്സാഹിപ്പിച്ച് പറഞ്ഞയക്കുവാൻ തീർച്ചയായിട്ടും സഹോദരിമാർക്ക് സാധിക്കും. അതിന് നല്ലൊരു മാതൃകയാണ് ഈ ശമരിയ സ്ത്രീ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.